ചെറുതായിട്ട് പനിയുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ വോയിസിൻ്റെ ചെറിയൊരു ക്ലാരിറ്റി ഇഷ്യൂസ് ഉണ്ടാവും. മാക്സിമം ഞാൻ ഒച്ച പറയാൻ ശ്രമിക്കാം കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഗേൾസിന് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആണ്. ബോയ്സ് ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർ കാണണമെന്ന് നിർബന്ധമൊന്നുമില്ല, കണ്ടെന്ന് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ ഇത് ഗേൾസിന് വേണ്ടിയിട്ടുള്ള ഒരു അണ്ടർഗാർമെൻറ്റിനെ കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഇത് യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. അപ്പോൾ എന്നെപ്പോലെയുള്ള എൻ്റെ വീഡിയോസ് കൂടുതൽ കാണുന്നത് എന്നെപ്പോലെയുള്ള കുട്ടികളാണ്. കുട്ടിയല്ല, എന്നെപ്പോലെയുള്ള യുവതികളാണ് കാണുന്നത്. അപ്പോൾ നമ്മളൊക്കെ കൂടുതൽ ഡ്രസ്സ് പുറത്ത് പോകുമ്പോൾ യൂസ് ആക്കുന്നത് ഇതുപോലത്തെ ഉള്ള ടീഷർട്ട്സ് ഒക്കെ ആയിരിക്കും. ഞാനിപ്പോൾ യൂസ് ആക്കിയിരിക്കുന്നത് ഇതൊരു പ്രത്യേക നല്ലൊരു ക്ലോത്ത് ആയിട്ടുള്ള ഒരു ടീഷർട്ടാണ്. ഓക്കെ. എനിക്കിങ്ങനെ ഭയങ്കര ഇറുക്കം പിടിച്ചിട്ടുള്ള അണ്ടർ ഗാർമെൻറ്റ്സ് എനിക്ക് ഇഷ്ടമല്ല. എന്നെപ്പോലെ ആരെങ്കിലും ഉണ്ടാവുമായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി ഗേൾസ് ഫേസ് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലംസ് ആണ് ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത്. ബാക്കിലെ ഹുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ സ്ട്രാപ്പിലുള്ള ഇവിടെയൊക്കെ പെയിൻ വരും, അതേപോലെ തന്നെ പാട് വരും, അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. ഇത് കണ്ടോ, ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലോത്ത് കണ്ടോ, ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഭയങ്കര ഒരു ബനിയൻ എന്ന് പറയാൻ പറ്റത്തില്ല. ഇത് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന പോലത്തെ ഈ ഒരു മെറ്റീരിയൽ ക്ലോത്താണ് ഇത് വരുന്നത്. പിന്നെ ബാക്കിൽ നമ്മുടെ ഹുക്കില്ല. നമ്മളിപ്പോൾ രാത്രിയിലൊക്കെ യൂസ് ആക്കുന്ന സമയത്ത് ഏറ്റവും വലിയ പ്രോബ്ലം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ സാധനം യൂസ് ആക്കാതെ കിടന്ന് ഉറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബ്രസ്റ്റ് ലാഗ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം മിക്കവാറും ബ്രാസ് യൂസ് ആക്കാറുണ്ട്. പക്ഷേ നമ്മൾ പെയിനൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ഈ സാധനങ്ങളൊക്കെ യൂസ് ആക്കുന്നത് എന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ഉള്ള സാധനം നമ്മൾക്ക് ഡെയിലി ഒക്കെ ആയിട്ട് യൂസ് ആക്കാൻ പറ്റും. ഇത് ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ യൂസ് ആക്കുമ്പോൾ ഈ നിപ്പിൾ പ്രൊജക്ഷൻസ് കാര്യങ്ങളുള്ള പെൺകുട്ടികളുണ്ട്, അവർക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇതിൻ്റെ അകത്താണെങ്കിൽ ഇങ്ങനെ ലൈൻസ് കാര്യങ്ങളൊന്നുമില്ല. സാധാരണ നോർമലി ഉള്ള ബ്രാസ് എങ്ങനെയായിരിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ. പിന്നെ അതേപോലെ തന്നെ സ്ട്രാപ്പ് കണ്ടോ, അത് നോർമലി നമ്മൾ ബനിയൻ ഇടുമ്പോൾ എങ്ങനെയാണ് അതേപോലെ തന്നെ കണ്ടോ, അതേപോലെ തന്നെയാണ്. ബാക്കിൽ ഹോക്കില്ല, ഫുൾ കവറേജ് വരുന്നതാണ്. ഫ്രീ സൈസാണ് വരുന്നത്. ഒരു 200-ൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഓക്കെ. പിന്നെ ഒരു ലൈറ്റ് പാഡഡ് ആയിട്ടുള്ളൊരു ക്ലോത്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ ബനിയനൊക്കെ യൂസ് ആക്കുമ്പോൾ ഭയങ്കര തിന്നായിരിക്കും. ഇപ്പം തന്നെ ഇത് മനസ്സിലാവും, വളരെ തിന്നാണ് ഈ സാധനം. ഇതേപോലത്തെ സമയത്ത് ചെറിയ ലൈറ്റ് പാഡഡ് ആയിട്ടുള്ള നമുക്ക് യൂസ് ആക്കാൻ പറ്റും. അതിന് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഒരു ഹോൾ വരുന്ന കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലെ പാഡ് നമുക്ക് റിമൂവൽ ആക്കാൻ പറ്റുന്ന സാധനമാണ്. കണ്ട ഇത് ജസ്റ്റ് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് നിപ്പിൾ പ്രൊജക്ഷൻ്റെ പ്രശ്നം വരുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇതുമൊക്കെ യൂസ് ആക്കാൻ പറ്റും. അല്ലാത്തവർക്കാണെങ്കിൽ ഇതിങ്ങനെ യൂസ് ആക്കിയാൽ മതി. ഓക്കെ. അതേപോലെ വേറൊന്നും കൂടിയാണ്, ഇതൊക്കെ നമുക്ക് നൈറ്റ് വെയർ ആയിട്ടൊക്കെ യൂസ് ആക്കാൻ പറ്റും കേട്ടോ. അതായത് നമ്മൾ ബ്ലൗസ്, ചുരിദാർ അങ്ങനെ ഇടുമ്പോൾ യൂസ് ആക്കുന്ന സാധനമല്ല. നമുക്ക് ഈ ടീഷർട്ട് അല്ലെങ്കിൽ നൈറ്റ് വെയർ ആയിട്ട് നൈറ്റിൽ ഇത് ഇട്ടിട്ട് പാൻറ് ഇട്ടിട്ട് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് യൂസ് ആക്കാം. ട്രെയിൻ ഓക്കെ. ഈ ഒരു ടൈപ്പ് ഓഫ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ലെങ്ത് തന്നെ ഉള്ളത് കൊണ്ട് തന്നെ ഇത് ബ്രാ ഇട്ടതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ബിക്കോസ് ഈ ബാക്കിലുള്ള ഈ ചിങ്സും അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പിന്നെ കാണാനും നല്ല ലുക്ക് ഉണ്ടല്ലേ. ഇതിൻ്റെ ഫീച്ചർ വേണമെങ്കിൽ ഞാൻ പറയാം. ഇതും അതുപോലെ തന്നെ ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഇതാണ്. എന്താ ബാക്കിൽ ഹുക്ക് കാര്യങ്ങളൊന്നുമില്ല. എന്താ പാഡ് റിമൂവബിൾ ആണ്. ടീഷർട്ടിൻ്റെ കൂടെയൊക്കെ വേണമെങ്കിൽ യൂസ് ആക്കാം. ഓക്കെ. ഇതിൻ്റെ ഇതാണെങ്കിലും ഇങ്ങനെ സൂപ്പർ. നെക്സ്റ്റ് കാണിക്കാൻ വേണ്ടി പോകുന്നത് ദീസ് വൺ ലൈറ്റ് പാഡഡ് ആണ്.
സ്ട്രെച്ചബിൾ മെറ്റീരിയലാണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ചെറുതായിട്ട് ലൈറ്റ് പാഡിങ് ആണ്. അതേപോലെ സ്ട്രാപ്പ് വളരെ തിന്നാണ്. പിന്നെ അതുപോലെ 3 ഹുക്കാണ് കേട്ടോ വരുന്നത്. നോർമലി നമുക്ക് 2 ഹുക്കേ വരാറുള്ളൂ. അതുപോലെ ഇത് കണ്ടോ, ഇതിനകത്ത് 3 ഹുക്ക് വെക്കാനുള്ളതും പിന്നെ ഇതുപോലെ 4 വരുന്നത്. അപ്പോൾ കുറച്ചും കൂടി ബലമായിട്ട് നിൽക്കും കേട്ടോ. പിന്നെ അതേപോലെ ഈ സ്ട്രാപ്പ് ആണെങ്കിലും ഇത് അഡ്ജസ്റ്റബിൾ സ്ട്രാപ്പാണ് വരുന്നത്. ഇത് നോർമലി നമ്മുടെ ബ്രാസിന് ഉള്ളത് തന്നെയാണ്. നമുക്കിത് പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ആക്കാൻ വേണ്ടി പറ്റുന്നതാണ് കേട്ടോ. സ്ട്രാപ്പ് കണ്ടോ, വളരെ തിന്നാണ്. എനിക്ക് ഈ തിന്നായിട്ടുള്ളതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഞാൻ ഇങ്ങനത്തെ ഞാൻ പുറത്ത് പോകുമ്പോൾ മാത്രമേ യൂസ് ആക്കാറുള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം അതിനനുസരിച്ചുള്ള കംഫർട്ടബിൾ ആയിട്ടുള്ള പല ടൈപ്പ് ഓഫ് ഉണ്ട്. റിമൂവ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ റിമൂവ് ചെയ്യാം. പാഡ് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. പിന്നെ അതിൻ്റെ ഡിസൈൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, വളരെ നൈസായിട്ടുള്ള ഒരു ചെറിയ ഡിസൈൻ മാത്രമാണ് വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിൽ വരുന്ന ഹുക്ക് അത് കുഴപ്പമില്ലാത്തവർക്കാണെങ്കിൽ നൈറ്റൊക്കെ യൂസ് ആക്കാൻ പറ്റും. പിന്നെ ഈ സൈഡിൽ കണ്ടോ, ഈ കാണുന്നത് നമുക്ക് ബ്രസ്റ്റ് ലാഗാകാതിരിക്കാൻ വേണ്ടി സപ്പോർട്ടിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അത് അടിപൊളി സൂപ്പറാണ്. കോട്ടൻ്റെ തന്നെ നമുക്ക് സൈഡ് സ്റ്റിച്ചൊക്കെ ആണ് കേട്ടോ വരാറുള്ളത്. അത് ഞാൻ പിന്നീട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് അത് അത്ര ഇഷ്ടമല്ല. എനിക്ക് ഈ ടൈപ്പ് ഓഫ് ക്ലോത്താണ് ഇഷ്ടമുള്ളത് കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്നത് നമ്മുടെ നേഴ്സിംഗ് ബ്രാ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഫ്രണ്ടിൽ ഹുക്ക് വരുന്നൊരു ടൈപ്പ് ഓഫ് ആണ് കേട്ടോ. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് നൈറ്റ് വെയർ ആയിട്ട് യൂസ് ആക്കാൻ വേണ്ടി മേടിച്ചതാണ്. ഇപ്പോൾ അമ്മമാരൊക്കെയാണ് പാൽ കൊടുക്കണം അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇത് നല്ല യൂസ്ഫുൾ ആയിരിക്കും. നമുക്ക് എന്താണോ കംഫർട്ടബിൾ അതിനനുസരിച്ചുള്ള പല ടൈപ്പ് ഓഫ് ബ്രാസ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അതറിയില്ലാത്ത കുറേ ആളുകളുണ്ട് കേട്ടോ ഇപ്പോഴും. നമുക്ക് ഏത് ടൈപ്പ് ഓഫ് ബ്രായാണ് വേണ്ടത് എന്നുള്ളത് ചൂസ് ചെയ്യാൻ അറിയത്തില്ലെങ്കിൽ നമ്മൾ കടയിൽ ചെല്ലുന്ന സമയത്ത് നമ്മൾ അവിടുത്തെ ചേച്ചിമാരോട് ചോദിച്ചാൽ മതി. അപ്പോൾ ആദ്യമൊക്കെ എനിക്കിങ്ങനെ പറയാനും എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. പക്ഷേ സെയിൽസിൽ ഞാൻ നിന്നപ്പോൾ നമ്മളിത് എടുത്ത് കൊടുക്കേണ്ട ഒരാളായിട്ട് വന്നപ്പോൾ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ നോർമലായിട്ടുള്ളൊരു കാര്യം പോലെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടാ. ഇത് കണ്ടോ, ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കോട്ടൻ്റെ ഒരു മെറ്റീരിയൽ ഞാൻ പറഞ്ഞത്. ഇത് സൈഡ് സ്റ്റിച്ചാണ് വരുന്നത്. സപ്പോർട്ടിങ് ആണ്, പക്ഷേ എനിക്ക് ഈ ഒരു മെറ്റീരിയൽ ഇഷ്ടമല്ല കേട്ടോ. ഇത് കുറച്ച് ഓരോരം പോലെയുള്ളൊരു മെറ്റീരിയലാണ്. പിന്നെ ഇതിൻ്റെ സ്ട്രാപ്പായാലും ബാക്കിൽ ഹുക്കായാലും ഒക്കെ ഭയങ്കര ഡിസ്കംഫർട്ടാണ്. എനിക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ ഇഷ്ടമല്ല. അപ്പോൾ ഈ ഒരു ടൈപ്പ് ഓഫ് മാത്രമല്ല, ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. നമ്മുടെ കംഫർട്ടബിളാണ് ആദ്യം വേണ്ടത്. പിന്നെ നമ്മളിത് മോശമാണ് അങ്ങനെ വിചാരിക്കേണ്ട. ഇപ്പോഴങ്ങനെയുള്ള ആൾക്കാരുള്ളത് കൊണ്ടാണ് കേട്ടോ പറയുന്നത്. പിന്നെ ഈ ബോയ്സ് ആയാലും ഈ ബ്രാസ് പാൻറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ അയ്യേ അല്ലെങ്കിൽ ഒരു കൗതുകം അങ്ങനെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് എല്ലാ അമ്മമാർക്കും പെങ്ങന്മാർക്കും ഉള്ളതാണ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.